ബൈജൂസ് ജി പഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാം. ബൈക്കാരുടെയൊക്കെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എപ്പോഴാണ് എങ്ങനെ കടന്നു വരുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു സെറ്റപ്പ് പോലെ തന്നെ. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് ഒരു ബസ് സ്റ്റാൻഡിനുള്ളിൽ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് കറങ്ങി. അതുകൊണ്ടോ ഏതോ ഒരു ബസ് സ്റ്റാൻഡിനകത്ത് കയറിയിട്ട് അതിൽ കടന്നു പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ ഡ്രൈവർ നമ്മളെ കടത്തിക്കൊണ്ട് പോയതാണ്. ഇങ്ങനെ പോയി കിടന്ന് അവിടെ ഒരു നോ എൻട്രിക്കകത്ത് പോയിട്ട് കണ്ടോ ബസ്സുകളെല്ലാം കിടക്കുന്നുണ്ടോ, ഇതിനകത്ത് പോയി പുള്ളി കിടന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് ബസ്സൊക്കെ കണ്ട് ചെറിയ ചെറിയ ബസ്സുകൾ അവിടെ എപ്പോഴും എന്നാ പറഞ്ഞാൽ നമ്മുടെ ഷട്ടിൽ സർവീസ് നടത്തുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ നിന്ന് നോ എൻട്രിയിലൊക്കെ ജമ്പ് ചെയ്ത് കടന്ന് പുറത്ത് ചാടി. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കണ്ടോ ഈ അമ്പലങ്ങൾ നമുക്ക് അവിടെ ഒത്തിരി ഉണ്ട്. അതായത് ഈ അമ്പലത്തിൽ ഒരു കല്യാണം നടക്കുന്നതാണ്. അതിൻ്റെ എന്നാ പറയുക സംഭവങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എല്ലാ വീട്ടിലും അമ്പലങ്ങളുണ്ട്, എല്ലായിടത്തും എന്താ പറയുക പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വഴിയെല്ലാം പൊളിഞ്ഞു കിടക്കുന്നതാണ്, ഞങ്ങൾ അതിൽ കടന്നു പോകുന്നത്. പിന്നെ ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഒരു തെങ്ങിന് മണ്ടയിലേക്ക് പോകുന്ന, ഒരു തെങ്ങിൻ്റെ പൊക്കത്തിൽ മുകളിലേക്ക് പോകുന്ന ഒരൊറ്റ ബിൽഡിങ് അവിടെ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അതായത് അതിന് താഴെ മാത്രമേ നിൽക്കുള്ളൂ, 2 നില അല്ലെങ്കിൽ 3 നില അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെന്ന് കയറുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മഗി ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്ന് കയറുന്നത്. ഇവിടെ ഒരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒരു വലിയൊരു ഡ്രൈവ് ത്രൂ ഇവിടെ കിടക്കുക. കുറേ നമ്മളിങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് വേണം നമുക്ക് അവിടെ കാണാനായിട്ട്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് എല്ലാം വരുള്ളൂ, പാർക്കിംഗ് ബേയിലേക്ക്. കേട്ടോ ഞങ്ങളുടെ ഡ്രൈവർ നമ്മൾ ചുറ്റി കറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്ഥലം കേട്ടോ, നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്ത് എന്നാ പറഞ്ഞാൽ ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇങ്ങനെ പോയി ഞങ്ങളിതേ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മച്ചാൻ വിട്ടു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയപ്പോൾ മങ്കി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ കാണാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2 അണ്ണന്മാരെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അതുപോലെ മീൻ മാത്രമാണ് ഇവിടെ എന്ന് ഞാൻ വിചാരിച്ചു. മീൻ പല കളറിലുള്ള വെറൈറ്റി. അന്ന് കഴിഞ്ഞിട്ട് കയറിയപ്പോഴാണ് തേണ്ട കിടക്കുന്നത്. ചെറുത് തൊട്ട് ഏറ്റവും ചെറുത് തൊട്ട് ഏറ്റവും വലുത് വരെ. അതുപോലെ ഇവിടെയുള്ള ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഭിത്തിയിൽ എല്ലാം ഈ എന്താ പറയുക ഈ വാനരന്മാരുടെ പടങ്ങളാണ് കുത്തിവെച്ചിരിക്കുന്നത്. മൊത്തം നമ്മുടെ മഹാഭാരതം സെറ്റപ്പിലെ എല്ലാ കഥകളിലുള്ള എല്ലാ രൂപത്തിലും ഭാവത്തിലുമുള്ള എല്ലാ കൊത്തുപണികളും അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് നമ്മൾ നടക്കുമ്പോൾ നന്നായിട്ട് കാണാം. എല്ലാം അവിടെ ഇങ്ങനെ കൊത്തുപണിഞ്ഞ് വെച്ച് കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിനകത്ത്. ഇവിടെ വരച്ചതാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. എല്ലാ സ്ഥലത്തും ഈ വാനരന്മാരുടെ ആ ഒരു പടങ്ങളാണ് മൊത്തം ആ ഭിത്തിയിൽ മൊത്തം കണ്ടോ, എല്ലാം അവിടെ എങ്ങനെയാണ്. പെട്ടെന്ന് നമ്മൾ വിചാരിച്ചു പോവും ഇത് എന്നാ പറഞ്ഞാൽ ബാലിയിൽ നിന്നായിരുന്നോ നമുക്ക് മഹാഭാരത യുദ്ധത്തിലെ ആ പടങ്ങൾ ഇറങ്ങി വന്നാണ്. നോക്കൂ വരുന്നുണ്ടോ. ഇതുപോലെ ഇവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളവിടെ എൻട്രി ചെയ്യുമ്പോൾ നമ്മളോട് പ്രത്യേകം അവർ പറയും നമ്മുടെ വാട്ടർ ബോട്ടിൽ, ഗ്ലാസ്സസ്, സൺഗ്ലാസ്, തൊപ്പി, അതുപോലെ നമ്മൾ മുടിയെല്ലാം ഉണ്ടെങ്കിൽ മുടിയെല്ലാം പെണ്ണുങ്ങളോട് പ്രത്യേകം പറയും തൂക്കിയിട്ടിട്ട്. അതായത് നമ്മൾ ചെറിയ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ തൂക്കിയിട്ടിട്ട് അതെല്ലാം അവർ പറയും അത് വൃത്തിയായിട്ട് ചെയ്ത് വയ്ക്കാൻ പറയും. കാരണം ഈ നമ്മുടെ എന്നാ പറഞ്ഞത് ഈ ഒരു മങ്കീസ് വാനരന്മാർ വന്ന് പിടിച്ച് തൂങ്ങും. കൊണ്ട് ഒരു സാധനവും ഇവർക്ക് കൊടുക്കാനും ഒന്നിനും നമ്മൾ അലോ ചെയ്യുന്നതല്ല. എല്ലാ സ്ഥലത്തും ഇവരുടെ ഗാർഡ് ഇരിപ്പുണ്ട്.
ഇതുണ്ട് കുറേ കുഞ്ഞുങ്ങൾ, തീരെ ചെറിയൊരു കുഞ്ഞിനെ കണ്ട. ഇങ്ങനെ 2 ദിവസം ആയോളൂ ഉണ്ടായിട്ട്. ഇവരുടെ ഒത്തിരി ക്യാമറകളും ഒത്തിരി സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. കുറേ വന്ന് എന്തൊക്കെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ട് പിന്നെ അത്ര വലിയ ഒരു ഇതൊന്നുമില്ല, എന്താ പറയുക, വൃത്തിയൊന്നുമില്ല. കാരണം എപ്പോഴും അവിടെ കുരങ്ങന്മാർ സെറ്റ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് അങ്ങനെ അത്ര വലിയ വൃത്തിയൊന്നുമില്ല. ഒരു പുള്ളിയിരുന്ന് കഴിക്കാൻ പോകണണ്ടാ, കോൺ കഴിക്കാൻ പോവുക. അവിടെ ഒരു 5-6 കുരങ്ങന്മാരുണ്ടായിരുന്നു, ആർക്കും കൊടുക്കത്തില്ല, എല്ലാം പിടിച്ചു വെച്ച് കഴിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.